രണ്ട്, ബിലയാമിന്റെ ഉപദേശക്കാരെ ജയിക്കണം. 2:14 വായിച്ചോ. 2:14 എങ്കിലും നിന്നെ കുറിച്ചൊരു കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന കുറെ പേര് അവിടെ ഉണ്ട്. ദൈവസഭ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരെ ജയിക്കണം. ഇപ്പൊ ഒത്തിരി പേര് ഇങ്ങനെയുള്ള ഉപദേശക്കാര് സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. എന്തും ചെയ്യാ, എന്തും പ്രവർത്തിക്കാം. സൺഡേ ഇവിടെ വന്ന് 28 കണ്ടിനും പോകാം, മാമോദിസായ്ക്ക് പോകാം, ആണ്ടിയാത്തത്തിന് പോകാം, അടിയന്തരത്തിനും പോകാം, നെയ്യപ്പവും കഴിക്കാം, ഉണ്ണിയപ്പവും കഴിക്കാം, എല്ലാം കഴിക്കാം. വാട്ടീസ് അടിക്കാം, 2 പോകാം, കൂടുതൽ പോകാം. മൂക്കിക്കൂടെ വിടരുത്, വായിക്കൂടെ ആന്നേ കുഴപ്പമില്ല. 2 സ്ഥലത്തൂടെയും കൂടെ അടിച്ച് ഓടക്കകത്ത് കിടക്കരുത്. അടിച്ചാലും ഒരു കൺട്രോൾ വേണം ബേബി. മാഷന്മാരെ കാണുമ്പോ ഉണ്ട്. എന്താണെന്നാലും കൊള്ളാം. സൺഡേ ഇവിടെ സൺഡേ വരികയും ചെയ്യണം. സ്വോത്ര കാഴ്ച. ബിലയാമിന്റെ ഉപദേശം, അന്യജാതി എന്ന് കല്യാണം കഴിയുന്ന കുഴപ്പമില്ലെന്ന് ഇടർച്ച വെച്ച് കൊടുക്കുക. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. കർക്കശമായ ഉപദേശം പറയണം. പൗലോസ് പറഞ്ഞ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണമെന്ന 21 ലേഖനം തന്നത്. 21 ലേഖനം ഉപദേശമാണ്. പുറത്ത് സുവിശേഷം, അകത്ത് വന്നു കഴിയുമ്പോൾ ഉപദേശം കൊടുക്കണം. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പത്യവചനവും വ്യക്തിക്കൊത്ത ഉപദേശമാണ്. ഇത് പറയണം. അതിന് സഭയിൽ കാജുള്ളച്ചാനോ കാജില്ലാത്ത അമ്മാമയോ അവൻ കളറുള്ള ഇതൊന്നും വിഷയമല്ല. നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും യോജിച്ചാലും യോജിച്ചില്ലെങ്കിൽ ഇതിന്റെ ഉപദേശം ഇതാണെന്ന് പറഞ്ഞിരിക്കണം. അച്ചായൻ മണങ്ങുവോ അമ്മാമ മണങ്ങുവോ, കാശുള്ള അച്ചായൻ കാശില്ലാത്ത അച്ചായൻ അല്ലെങ്കിൽ സഭയെ സഹായി, അതൊന്നും നമ്മുടെ വിഷയമല്ല. പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയും, എടാ കാത് കുത്തിയവൻ പോയാ കടുക്കനിട്ടവൻ വരും. നീ പ്രമാണത്തിന് വേണ്ടി നിൽക്ക. ലേവിയെ പറ്റി കൊടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ലേവിയെ പറ്റി പഠിക്കുന്ന അവൻ എന്റെ വചനം കാത്തെന്ന, അവൻ എന്റെ പ്രമാണം കാത്തു. ഇന്ന് ആ വാക്യം ഒന്ന് വായിച്ചങ്ങ് നിർത്തിയ കാര്യം ഒക്കുള്ളൂ. വായിച്ച മോള് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് വായിച്ച് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ഗോത്ര സമുച്ചയങ്ങളെ സംബന്ധിച്ച് ആത്മാവിൽ പഠിക്കുന്നതിന് മുന്നേ ദൂത് പറയുമ്പോൾ ലേവിയെ പറ്റി പറഞ്ഞ ഭാഗം 33-ന്റെ 8 മുതൽ വായിച്ചവൻ കുറിച്ച് അവന് പറഞ്ഞത്, നിന്റെ തുമ്മീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസകിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പുറപ്പാട് 32-ൽ ഇവൻ വാളെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പനാന്നോ അമ്മയാന്നോ ഉപ്പാപ്പനാന്നോ എന്നൊന്നും നോക്കിയില്ല. ഈ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അപ്പനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ഉപ്പാപ്പന കൊച്ചപ്പനൊന്നും നോക്കരുത്. അവൻ അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഞാൻ അവരെ കണ്ടില്ല എന്ന് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കുന്നല്ല. ഉപദേശം പറഞ്ഞപ്പോൾ ചേട്ടനാന്നോ അനിയനാന്നോ കസിനാന്നോ ഇതൊന്നും വിഷയമല്ല. അങ്ങനെ ആയിരിക്കണം. അടുത്ത വാക്യമായിരുന്നു, സ്വന്തം മക്കളെന്ന് ഓർത്തത്. പിള്ളേരെ ഓർത്തില്ല. പിള്ളേര് എന്റെ പിള്ളേർക്ക് എന്തും ചെയ്യാം, മറ്റവന്റെ പിള്ളേർ ചെയ്താൽ അടിയന്തര കമ്മിറ്റി. എന്റെ മോന് 5 കെട്ടാം, മറ്റവന്റെ മോൻ 2 കെട്ടുമ്പോൾ എന്റെ 5 കെട്ടി ചേച്ചി ഞാൻ പിന്നെ നിൽക്കുക, ഇനി നിന്നെ കെട്ടിക്കുക, അവനെ കെട്ടാൻ തന്നെ നിൽക്കുക. സഭയിൽ ഒരു സാധുവായ സഹോദരിയുടെ പെണ്ണ് ഒരു മിടികിടുകോ അല്ലെ ഇറക്കം കുറഞ്ഞതോ കിട്ടാൽ അന്നത്തെ സങ്കീർത്തനം അവിടെ നെഞ്ചത്താ. ഉപദേശിയുടെ മോള് പറയുന്നില്ല. ഒന്നുമല്ല, നിന്റെതാണേലും കൊള്ളാം, എന്റെതാണേലും കൊള്ളാം. ദൈവവചനം പറയുമ്പോ ഉപദേശം പറയുമ്പോ തീർത്ത് പറയണം. പിന്നെ ചിലക്ക് പറഞ്ഞേച്ച് വീട്ടിൽ ചെല്ലാനൊക്കെ അതില് പെമ്പളയും കൊച്ചുങ്ങളും ക്ലിത്തായിക്ക് പിടിക്കാം.
അങ്ങനെ കിളിത്തായ്ക്ക് പിടിക്കുന്ന പേടിയുള്ളവൻ ഈ വേലയ്ക്ക് ഇറങ്ങരുത്. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാ, ഞാൻ മകനെ ശുശ്രൂഷിക്കാൻ വന്ന ഏടമല നോക്കുകയല്ല. ഭാര്യ, കൊച്ചുങ്ങളാ, ചേട്ടത്തിയ, അനിയത്തിയ, ഉപ്പാപ്പന നോക്കുകയല്ല. ഇതാ നിന്റെ പ്രമാണം. ഇത് കൂടെ കൂടെ അങ്ങ് കളത്തുക. എന്റെ മോൾ കിസിയ ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പ് തന്നെ. എന്റെ മൂത്ത മോൾ ഓർക്കുമ്പോ ഓർക്കാതിരിക്കുന്ന നല്ലത്. നമുക്ക് എന്തുവാകാന്നോ? എടാ, ഉപദേശം പറയുമ്പോൾ അപ്പനൊന്ന് നോക്കരുത്, സഹോദരന്മാരൊന്ന് നോക്കരുത്, സ്വന്തം മക്കളൊന്നും നോക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. വചനം അവർ പ്രമാണിച്ചു. അതാ വിഷയം. വചനം പ്രമാണിച്ചു, നിന്റെ വചനം പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തു. ഞാൻ വിസ്തരിക്കുന്നില്ല. നീ ഇത് കാത്താൽ ഇത് നിന്നെ കാക്കും. നീ ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. നീ ഇതിനെ ആലിംഗനം ചെയ്താൽ ഇത് നിന്നെ വഴി നടത്തും. ഇത് കാലിന് ദീപമാ, പാതയ്ക്ക് പ്രകാശമാ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഒന്ന്